ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ഷാമ്പൂ പൗഡർ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ബൗൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നെല്ലിക്കയുടെ പൊടിയാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കയുടെ പൊടിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷിക്കാകായ് അഥവാ ചീവയ്ക്ക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളാണ്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പൊടികളും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണോളം ഷിക്കാകായ് പൗഡറും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് സോപ്പ് നട്ട് അഥവാ നമ്മൾ റീത്ത എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പൊടിയും ഇതേപോലെ നമുക്ക് 2 ടേബിൾ സ്പൂണോളാണ് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് 3ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാത്തത് മേടിച്ചിട്ട് നന്നായിട്ട് കഴുകി ഒന്നും കൂടി ഉണക്കിയതിന് ശേഷം നമുക്കിത് പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ പൊടികളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ആയുർവേദ ഷോപ്പിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന പൊടികളാണ് കേട്ടോ. അധികം റേറ്റോ കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇനി ഈ 3 പൊടികളും നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ രീതിയിൽ കട്ടകളൊക്കെ കാണുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൗഡറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ബോട്ടലിലാക്കിയിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടലിലായാലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു ഷാമ്പൂവിൻ്റെ പൗഡർ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുക, അതേപോലെ തന്നെ കട്ട പിടിക്കുക, നാശമാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു ബോട്ടലിൽ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഷാമ്പൂവിൻ്റെ പൗഡർ നമുക്ക് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടും സാധിക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു ബൗൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്ത ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് എത്രത്തോളമാണോ ഷാമ്പൂ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പൗഡർ ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ ഉള്ളിനും നീളത്തിനനുസരിച്ചിട്ട് 2 ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇനി കഞ്ഞിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാരണ വെള്ളത്തിലായാലും ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം അതല്ലാന്നുണ്ടെങ്കിൽ തൈരോ ഇനി അതല്ല നമുക്ക് അലോവേരയുടെ ജെല്ലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊരു പത പോലെ നമുക്ക് ഈ ഒരു പൗഡറിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നന്നായിട്ട് പത വരുന്നല്ല പറയണം, ചെറിയ രീതിയിൽ നമുക്കൊരു പത ഈ ഒരു ഷാമ്പൂവിൻ്റെ മിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വെള്ളത്തിലായാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളം അല്ലാത്ത എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെന്നെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയറിലൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിൽ ജടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കളയാം കേട്ടോ. അപ്പോൾ ഏതൊരു പാക്കോ ആയാലും ഓയിലായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് മുൻപായിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിലുള്ള കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മുടെ മുടിയിൽ കെട്ടി വീഴാനും അത് നമുക്ക് പിന്നെ കൂടുതലായിട്ട് മുടി കൊഴിച്ചലിന് സാധ്യതയൊക്കെ കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാം കേട്ടോ. കാച്ചെണ്ണയോ വെളിച്ചെണ്ണയോ അപ്പോൾ നമ്മുടെ ഹെയറിന് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഷാമ്പൂ ഒക്കെ ഇവിടെ നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഒരു ഷാമ്പു നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള നെല്ലിക്കയുടെ പൊടി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അകാല നര വരാതിരിക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല വളർച്ച കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഷിക്കാഗായ് നമ്മുടെ താരൻ മാറാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സോപ്പ് പോലെ ഇത് പതയില്ലെങ്കിലും പക്ഷേ നമ്മുടെ സ്കാൽപ്പായാലും മുടിയായാലും നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള ഓയിലായാലും ഇനി എന്തെങ്കിലും അഴുക്കോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു ഷിക്കാഗായ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ മുടി പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ടാലും ഈ ഒരു ഷിക്കാഗായ് വളരെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തുള്ള റീത്തപ്പൊടി ആയാലും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും തിളക്കത്തിനും ഒക്കെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, താരൻ മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പും മുടി നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഈ ഒരു ഷാംപൂ പൗഡർ വളരെ നല്ലതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ടും 1 വർഷം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതുപോലെ പൊടിയായിട്ട് ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ പൊടിക്കാത്ത നെല്ലിക്ക, ഷിക്കാഗായ്, അതേപോലെ തന്നെ സോപ്പ് നട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും ഇതായിട്ട് ഷാമ്പൂ ഒക്കെ നമുക്ക് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിയിൽ ഞാൻ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് നേരം വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മുടിയൊക്കെ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നമ്മൾ തേച്ച് കൊടുത്തുള്ള എണ്ണയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ മുടിയും ഇതേപോലെ ഈ ഒരു നാച്ചുറൽ ഷാമ്പു പൗഡർ വെച്ചിട്ട് ഉപയോഗിച്ചപ്പോൾ ആ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, പക്ഷെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടിയായാലും അതേപോലെ തന്നെ സ്കാൽപ്പൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പൂവിൻ്റെ പൗഡർ നമ്മുടെ മുടി ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനായിട്ടും മുടിയുടെ കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുത്തുള്ള ഓയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കെമിക്കൽ ഷാമ്പു വേണ്ട, അതിന് പകരമായിട്ട് ഇതേപോലെ നല്ല നാച്ചുറലായിട്ടുള്ള ഷാമ്പു പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മുടെ മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി കുറേ അധികം പൈസ കൊടുത്തിട്ട് നമ്മൾ കെമിക്കൽ ഷാമ്പു വാങ്ങുന്നതിന് പകരമായിട്ട് ഇതേപോലെ നാച്ചുറലായിട്ടുള്ള ഷാമ്പു പൗഡർ നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ.